വീട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറികളൊക്കെ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇട്ടിട്ട് ഒരു റൈസ് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചു. അതിനായിട്ട് 1 കപ്പ് പൊന്നിയരിയും 1/2 കപ്പ് സാമ്പാർ വെക്കുന്ന പരിപ്പും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്ത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കി എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുക. അത് രണ്ടും കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഒരു 4 ടു 5 എണ്ണം, സവോള നീളത്തിൽ അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സവോള ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൽ പച്ചക്കറികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ നമ്മുടെ ബീൻസും ആണ്. ഇതെല്ലാം കൂടി നീളത്തിൽ അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പും അരിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതിൽ വെള്ളത്തിന്റെ അളവ് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പിന് 3 കപ്പ് എന്ന അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇവിടെ ടോട്ടൽ 4.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 3 വിസിൽ വരാനായിട്ട് വെക്കണം. 3 വിസിൽ വന്നതിന് ശേഷം അതിൽ നിന്ന് എയറൊക്കെ നല്ലതുപോലെ പോയതിന് ശേഷം മാത്രം തുറന്നു നോക്കുക. അപ്പോൾ അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള കുറച്ച് പുതിന ചമ്മന്തിയും കൂടി റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പപ്പടം ഒന്ന് കാച്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് പുതിനയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം പുളിയും പച്ചമുളകും കുറച്ച് മല്ലിയിലയും തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ സോട്ട് ചെയ്തെടുത്തിട്ട് പുതിന ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ നമ്മൾ ഉണ്ടാക്കിയ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുഴഞ്ഞ രീതിയിലാണ് ഈ റൈസ് ഉണ്ടാവുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ മഴയത്ത് നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഈ റൈസ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് പുതിന ചമ്മന്തിയും പപ്പടവും അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കറി വെക്കാൻ മടിയുള്ള ദിവസം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള റൈസൊക്കെ റെഡിയാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വേഗം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അപ്പോൾ ഇതിൻ്റെ കൂടെ അച്ചാർ മാത്രം ഉണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ പുതിന വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പുതിന ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്ര തന്നെ ഉള്ളൂ. നാളെ മറ്റൊരു മിനി വ്ളോഗുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബൈ ബൈ.